വോട്ട് കൊള്ള ആരോപണത്തിൽ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് ഇപ്പോൾ ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തൃശ്ശൂരിന്റെ എംപിയായി തൃശ്ശൂരിലെ അരമനകൾ മുഴുവൻ കയറിയിറങ്ങി പാതിരിമാരിന്റെ തള്ളവിരൽ നക്കി അരമനകൾ മുഴുവൻ കേക്ക് വിതരണം ചെയ്ത് നട്ടരാജ് പരശുറാം വിശദാംശങ്ങൾ നൽകും. നട്ടരാജ്, എങ്ങനെ തുടരുന്നു അവിടെ പ്രതിഷേധം? സംഘടിപ്പിച്ച് തൃശ്ശൂരിന്റെ എംപിയായി വളരെ ശക്തമായ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക്, MP ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത്. അല്പസമയം മുമ്പാണ് മാർച്ച് ഇവിടെ എത്തിയത്. പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. ഉടൻ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രോഷാകുലരാവുകയായിരുന്നു. ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തി. തുടർന്ന് ജലപീരങ്കി പോലീസ് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു. ശക്തമായ ജലപീരങ്കിയിലെ ശക്തമായി അതിനെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോഴും സമര പരിപാടികൾ തുടരുകയാണ്. ഇപ്പോൾ ഒരു വാഴ എത്തിച്ചുകൊണ്ട് പ്രതീകാത്മകമായ ഒരു പ്രതിഷേധം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വോട്ടർ പട്ടിക ക്രമക്കേട് പുറത്തു വന്നതിന് പിന്നാലെ ഡിവൈഎഫ്ഐ നടത്തുന്നത്. രാവിലെ LDFന്റെ നേതൃത്വത്തിൽ CPIയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പരിപാടി തൃശ്ശൂർ നഗരത്തിൽ നടന്നിരുന്നെങ്കിലും ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ യുവാക്കൾ CPMന്റെ യുവനിരകൾ ഇറങ്ങുകയായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ മാർച്ച് പോലീസ് തടുത്തിരിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ അവരുടെ ക്രമപ്രകാരമുള്ള പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രതിഷേധം ഇതിനു ശേഷവും തുടരാനാണ് സാധ്യത. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഡിവൈഎഫ്ഐ ഒരുങ്ങിയിരിക്കുന്നത്. ശരി, നട്ടരാജ് പരശുറാമാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കോട്ടയം പാലായിൽ ക്രിസ്ത്യൻ ആധിപത്യമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ.